ഞാനിന്നൊരു സൺഡേ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആയിട്ട് വന്നിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഷോർട്ട് ഇട്ടപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കാമെന്നുള്ളത്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ ചുക്കയും നെയ്ച്ചോറുമാണ്. അതുപോലെ തന്നെ ഈവനിങ് സ്നാക്ക് ഐറ്റവും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ കണ്ണൂരുകാരെ സ്പെഷ്യൽ ആയിട്ടുള്ള മസാല മുട്ടപ്പം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ റെസിപ്പിയിലോട്ട് കിടക്കുന്ന മുന്നേ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടാം. അപ്പോൾ ഇത് ഇൻഡസ് വാലിൻ്റെ കാസ്റ്റ് ആൻഡ് നമ്മുടെ പനിയാരം പാനില്ലേ അതും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അടിപൊളി ബിരിയാണി പോട്ടുമാണ്. അപ്പം ഞാനിത് ഷോർട്ടിൽ ചെയ്തിട്ടുണ്ടായിന്. അപ്പം ഞാൻ ഇതിലാവുമ്പോൾ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഷോർട്ടിൽ മെസ്സേജിൽ കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിന് ഇതിൻ്റെ ലിങ്കൊക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ അതിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഈ ഒരു ബിരിയാണീൻ്റെ പോട്ട് നല്ല അടികട്ടിയുണ്ട്. അതുപോലെ ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇൻഡക്ഷൻ ബേസ് ആയിട്ടും യൂസ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ നല്ല നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ 50% വരെ ഇവർ ഓഫർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കോഡായ ഷംന25 എന്നുള്ള കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12% എക്സ്ട്രാ ഓഫറും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ ഇവരെ വെബ്സൈറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കിക്കോ, എന്നിട്ട് വാങ്ങിച്ചോ. നല്ല എന്താ പറയുക, വാങ്ങിക്കാൻ പറ്റിയ ടൈമാണ് കേട്ടോ ഇപ്പോൾ ക്രിസ്മസ് ഓഫേഴ്സൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ കാണാം. നെയ്ച്ചോറൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ജീരകശാല റൈസില്ലേ, നമ്മുടെ നെയ്ച്ചോറ് വെക്കുന്ന ഏതരിയായാലും കുഴപ്പമൊന്നുമില്ല, നീരേരി എന്ന് പറയുന്നില്ലേ. അപ്പോൾ ബിരിയാണി റൈസ് ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് എന്ന് പറയുമ്പോൾ 200 ml 2 കപ്പ് 1 കിലോ അങ്ങനെ എടുത്തിട്ടുണ്ട്. എനിക്കിവിടെ അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. അത് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് എന്താ പറയുക ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെക്കുക. ഇനി ഇതേ നമ്മുടെ ഇൻഡസ് വാലിൻ്റെ ഈ ഒരു കുക്ക് വെയറിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഞാനിതിലില്ലേ ബിരിയാണി ആക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ബിരിയാണി എപ്പോഴും കാണുന്നത് തന്നെയല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഞാൻ കുറേയായി ചിക്കൻ ചുക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടായിന്. ഞാൻ കുറേ മുന്നേ ചെയ്തിട്ടുണ്ടായിന്, പക്ഷേ അത് കുറേ മുന്നേ ചെയ്തതാണ്. അപ്പോൾ ഇപ്പോഴുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊന്നും അതെന്തായാലും കാണാൻ പറ്റുമെന്ന് തോന്നില്ല. അപ്പോൾ ഇപ്പോഴുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയല്ലേ. കുറച്ച് ഓയിൽ വയ്ക്കുക, അതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ഗീയിൽ പശുനെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് നമ്മുടെ അരിയും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ വറുത്തിട്ട് എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. വറുത്തിട്ടുണ്ടാക്കുന്ന നെയ്ച്ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എന്താ പറയുക വറുത്തെടുക്കാട്ടോ. അത് നമ്മൾ കടിക്കുമ്പം പൊട്ടുന്ന രീതിയിൽ എന്താ അതെങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല, എന്തായാലും മനസ്സിലാവുമല്ലോ നല്ലപോലെ വറുത്ത് വരുമ്പോൾ. ഇതിൽ അപ്പം ഞാൻ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ നല്ല തിളച്ച വെള്ളം വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ അരിക്കനുസരിച്ചിട്ട് മാറ്റമൊക്കെ വരുമായിരിക്കും, വെള്ളം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പിന്നെ ഇത് നന്നായി തിളച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് നല്ല സിമ്മിലാക്കിയിട്ട് വേണം അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡിയാവും കേട്ടോ. അതവിടെ വേവട്ടെ. ആ ടൈമിൽ നമുക്ക് ഒരു കടായി അടുപ്പിലോട്ട് വെച്ചിട്ട്, ഇതും ഞാൻ ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിയ കടായിയാണ് കേട്ടോ. കുറേ ഞാൻ യൂസ് ചെയ്യുന്നതേ കണ്ടില്ല, അടിപൊളി നല്ല പുതിയതുപോലെ തന്നെ ഉണ്ട്, അടിക്കൊന്നും പറ്റിപ്പിടിക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചുക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു കടായി അടുപ്പിലോട്ട് വെച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 വലിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് എന്താ പറയുക പൊരിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ കുറച്ച് ഒരു 1/2 കിലോനോളം ചിക്കന് വേണ്ടിയിട്ടുള്ള അളവാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എത്രയാണ് ഉള്ളത് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യുക. അപ്പം ഞാനിവിടെ 2 വലിയ സവാള തന്നെ എടുത്തിട്ടുണ്ട്. അത് നല്ല നീളത്തിൽ തന്നെ നേരിയതായി കട്ട് ചെയ്തിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് പൊരിച്ചിട്ട് എടുക്കുക. അപ്പോൾ എല്ലാ ഉള്ളിയും ഇതുപോലെ ഒന്ന് പൊരിച്ചിട്ട് എടുക്കുക. നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും അതിനേക്കാളൊക്കെ നമുക്ക് പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ചുക്ക. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ഉള്ളി പൊരിക്കേണ്ട ആ ഒരു ടൈം മാത്രമേ ആവശ്യമുള്ളൂ. ടൈം എന്നല്ല, അത് മാത്രമേ ഉള്ളൂ ഒരു വലിയ ജോലിയായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സവാളയൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിലുള്ള ഞാനിവിടെ ഒരു 1/2 കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ഞാനിവിടെ വലിയ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുളിയുള്ളതാണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവുമായിരിക്കും. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഹേർട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിട്ടില്ല ആ ഒരു സവാള അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഈ ഒരു ചിക്കൻ്റെ ഭാഗത്തൊക്കെ ആവുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ നല്ലപോലെ ഇതിൽ മസാലയൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഈ ഒരു ചോറൊക്കെ ഇതിൽ നിന്ന് ഞാൻ മാറ്റുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ഒരു പാത്രത്തിൽ നമ്മുടെ ഇൻഡസ് വാലിൻ്റെ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നത്. ഇതിൽ ആ ഒരു റിവ്യൂ കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അതേ കണ്ടില്ല, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നമ്മുടെ നെയ്ച്ചോറ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പാനിനെ അടുപ്പിലോട്ട് വെച്ചിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണൊക്കെ ഗീയില്ലേ അതൊഴിച്ച് കൊടുക്കുക, പശു നെയ്യ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇല്ലേ അത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് മൂത്തി വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്താ പറയുക, ഈ ഒരു എണ്ണയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ മസാലയ്ക്ക് ചേർത്തല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു പാത്രത്തിൽ കുറച്ചൊരു 1/2 കപ്പ് വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് വെന്ത് വരുമ്പം ഈ ഒരു ചിക്കനിലുള്ള വെള്ളവും കൂടി ഇറങ്ങി വരും കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ആ ഒരു റേഞ്ചിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ അതേ ഒരു ഹാഫ് കുക്കൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലോട്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാനൊരു വലിയ തക്കാളി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു തക്കാളിയും അതുപോലെ 2 പച്ചമുളക് ചെറുതായിട്ടും അരിഞ്ഞതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണം പച്ചമുളക് വേണം എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് നല്ലപോലെ വേവിച്ചിട്ട് എടുക്കുക. ഇത്രേ പണിയുള്ളൂ. ഇനി നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചതിൽ കുറച്ച് ഉള്ളി ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിന് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കൈപ്പടി നിറച്ച് തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ വേണമെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും പൊറോട്ടൻ്റെ കൂടെ ആയാലും നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെയും പോകും കേട്ടോ. അത്രയും ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ലേ. കാരണം നമ്മുടെ ഈ പൊരിച്ച ഉള്ളിയൊക്കെ ചേർത്തിട്ട് ചെയ്യുമ്പം ഈ ഒരു കറിക്ക് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ എൻ്റെ ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം. എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്കിയും നെയ്ച്ചോറും അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ഒരു ബിരിയാണി പോട്ടിൻ്റെ റിവ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ രണ്ടും ഒരു പോട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ റൈസ് ഉണ്ടാക്കിയിട്ട് മാറ്റി വെക്കുക. പിന്നെ അതിൽ തന്നെ മസാല ഉണ്ടാക്കിയിട്ട് അതിൽ ദം ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈസി അല്ലേ. അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് വൈകുന്നേരം ഈവനിങ് സ്നാക്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ഇൻഡസ് വാലിൻ്റെ തന്നെ ഈ ഒരു പനിയാരം പാൻ വെച്ചിട്ട് ഒരു അടിപൊളി മസാല മുട്ടപ്പാന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല. കാരണം ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ലെങ്തായി പോകും വീഡിയോ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കൊക്കെ ലോങ് വീഡിയോ കാണുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. കാരണം ഷോർട്സ് അല്ലേ ഇപ്പോൾ എല്ലാവരും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഞാൻ അല്ലെങ്കിലും ലോങ് വീഡിയോസൊക്കെ ഇടുന്നുണ്ടെങ്കിൽ 10 മിനിറ്റിന് താഴെ അല്ലെങ്കിൽ റെസിപ്പി വീഡിയോസൊക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് അങ്ങനെയൊക്കെ ഇടാറുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോവേണ്ട. ഒരു ഹേർട്ടെങ്കിലും കമൻറ്റ് ആയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻഡസ് വാലിൻ്റെ പനിയാരം പാന് കണ്ടില്ലേ, നോൺ സ്റ്റിക്കിനേക്കാളും അടിപൊളിയായിട്ട് തന്നെ അതിൽ നിന്ന് വിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു പാന് പ്രീ സീസൺ ആണെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് സവാളയില്ലേ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാ കുഴിയിലും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ബ്ലാക്ക് കളർ ആവുന്നവരെ ഒന്ന് ഇതിൽ പൊരിച്ചെടുത്തിട്ടുണ്ടായിന് കേട്ടോ. അതിനുശേഷം ആ ഒരു ഓയിൽ മാറ്റിയിട്ടാണ് ഇങ്ങനെ കഴുകിയിട്ട് വീണ്ടും ഓയിൽ ഇതുപോലെ ഒഴിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇതുപോലുള്ള മുട്ടപ്പായാലും കാരിയപ്പായാലും ഇതുപോലെ മസാല മുട്ടപ്പം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമ്മുടെ കണ്ണൂരുകാർ സ്പെഷ്യലാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും ഞാൻ അപ്ലോഡ് ആക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.